പിന്നെ ഈ പൊതുസമൂഹത്തിൽ വന്ന് നിൽക്കുമ്പോൾ സ്ത്രീകൾ ചെറിയ വസ്ത്രം ധരിക്കുന്നു എന്ന് പറയുന്നത് അതിന് പുരുഷന്മാരാണ് പറഞ്ഞാൽ പുരുഷന്മാരാണ് സ്പീക്കർ പറഞ്ഞത്, പുരുഷന്മാരാണ് സ്ത്രീകളെ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് പ്രൊപ്പഗാൻഡ എത്തിച്ച് അവരെ ഫോഴ്സ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വേദിയിൽ, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള വേദിയിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ കൺസെപ്റ്റിൽ ഒരിക്കലും കറക്റ്റ് ഫുള്ളി കവർ ചെയ്തുകൊണ്ട് മാന്യതയാവുന്നില്ല. കുറച്ച് ഇപ്പോൾ അവരുടെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്തുകൊണ്ട് അത് അപമാനതയാവുന്നില്ല. പക്ഷേ സ്പീക്കറുടെ ഒരു അഭിപ്രായം അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനത്തെ സ്റ്റേജിൽ ലക്ഷക്കണക്കിന് ആൾ വരുന്ന സ്റ്റേജിൽ വളരെ കവേർഡായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ശ്രേയാ ഘോഷാൽ എന്ന ഗായികയെ താങ്കൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ ഈ ഗായികയുടെ പരിപാടികൾ ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെയാണ് അവർ വസ്ത്രം ധരിച്ച് വരുന്നിട്ടുള്ളത്. പരിപാടികളിൽ ഒരുപാട് എക്സ്പോസ് ആയിട്ട് നല്ല ഇരിക്കുന്നത്. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പം കവർ ചെയ്ത് ഒരു സ്ത്രീയും വരുന്നില്ല എന്നല്ല, അങ്ങനെ ഫോഴ്സ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഐറ്റം ഡാൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് ഈ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ? അതിലെന്താ സംഭവം? ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു. ലോകത്തിലെ ഏത് ബിസിനസ് കൊടുക്കുക, ലോകത്തിപ്പോ റൺചോടൊക്കെ ഒക്കെ ബിസിനസ്സുകളാണല്ലോ, എല്ലാം ബിസിനസ് ആണല്ലോ ലോകത്തില്. ഈ ബിസിനസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 ബിസിനസ് എന്താ അറിയോ? മെൻസ് ലസ്റ്റ്, ആണുങ്ങളുടെ ലസ്റ്റ്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്. എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാം, നമുക്ക് വേറെ എല്ലാ മേഖലയിലും എടുക്കാം ആണ്. അതുപോലെയാണ് സ്ത്രീകളുടെ ബ്യൂട്ടി. അതിലെ ഈ 2 എണ്ണത്തിലും അവരുടെ ഇൻസെക്യൂരിറ്റീസിനെയാണ് ബിസിനസ് ആക്കുന്നത്. അപ്പൊ അതൊരിക്കലും ആണ് പെണ്ണിനെയോ പെണ്ണാണിനെയോ ചെയ്യുന്നല്ല, അത് ചെയ്യുന്നവരിൽ 2 ജെൻഡറിലുള്ള ആളുകളുണ്ട്. ചോദിക്കുന്ന വളരെ സിമ്പിൾ ചോദ്യമാണ്, ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അതിൽ എന്താ നടക്കുന്നത്? അവിടെ എന്താണ് ചരക്ക്? അവിടെ വിപണനം ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത്രയേ ഉള്ളൂ, പറഞ്ഞല്ലോ ഞാൻ. മെൻസ് ലസ്റ്റ് എന്നുള്ളത് ഘടകത്തെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തിരിച്ചും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്താണ് പ്രോഡക്റ്റ്? പെണ്ണിന്റെ ശരീരമാണ് അവിടെ വിൽക്കുന്നത്, പെണ്ണിന്റെ ബ്യൂട്ടിയാണ് അവിടെ വിൽക്കുന്നത്. നമ്മളിവിടെ ഇത്രേ പറയുന്നുള്ളൂ. ആ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ആയതുകൊണ്ട് നേരിട്ട് പറഞ്ഞു എന്ന് മാത്രം. അവിടെ പെണ്ണിന്റെ ശരീരം കാണിച്ച് അവിടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ പറയുന്നു. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയാം, വസ്തുവൽക്കരണം എന്ന് പറയാം. എന്ന് വെച്ചാൽ പെണ്ണിന്റെ ശരീരത്തെ കേവലം ഒരു ഒബ്ജക്റ്റായി വിൽക്കാനുള്ള ഒബ്ജക്റ്റാക്കി മാറ്റുന്നു. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ആണ് പോയിട്ട് നീ അങ്ങനെ ഡ്രസ്സ് ഇടടി, നീ അങ്ങനെ കളിക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നേരിട്ട് ചെയ്യുന്നതല്ല. അത് സോഷ്യൽ പ്രഷർ മുഖേന അങ്ങനെ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ സാമൂഹ്യ സാഹചര്യത്തെയാണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. അതേ സാമൂഹ്യ സാഹചര്യമാണ് പെണ്ണിനെ ഐ സ്റ്റോപ്പർ ആക്കുന്നത്. എന്താണ് ഈ ഐ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ ഇവിടെയൊക്കെ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ബിൽ ബോർഡുകൾ കാണാൻ സാധിക്കും, ഫ്ലക്സുകൾ കാണാൻ സാധിക്കും. ആ ഫ്ലക്സുകളിൽ മിക്കവാറും അത് ഷൂസിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും കാറിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും മൊട്ടുസൂചിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും ഒരു പെണ്ണിനെ അവിടെ വെച്ചിട്ടുണ്ടാകും. എന്തായിട്ട്? നമ്മൾ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ പറയാം ഐ സ്റ്റോപ്പർ എന്നാണ്. ആണിന്റെ കണ്ണിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വസ്തുവായിട്ട് പെണ്ണിന്റെ ശരീരത്തെ മാറ്റുന്നു. ഇതാണ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത. ഇവിടെ നടക്കുന്നത് ഒരു ചൂഷണമാണ്. പെണ്ണിന്റെ ശരീരത്തെ വസ്തുവൽക്കരിച്ചുകൊണ്ട് വിപണനം നടത്തുക എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധതയാണ് നടക്കുന്നത്. ആ സ്ത്രീ വിരുദ്ധതക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജാബ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ, എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണുങ്ങൾ നോക്കി കമന്റ് അടിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കർവിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതോ നല്ല ചരക്കാണെന്ന് പറയുന്നതിലോ അല്ല ഒരു സ്ത്രീയുടെ വാല്യൂ. അങ്ങനെ ആണുങ്ങളുടെ കമന്റ് നോക്കിയിട്ടല്ല പെണ്ണിന്റെ വാല്യൂ നിശ്ചയിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ആണിന്റെ കമന്റ് അടിക്കും, അതുപോലെ തന്നെ ആണിന്റെ ഐ സ്റ്റോപ്പറായിട്ടും എൻ്റെ ശരീരം മാറ്റാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഹിജാബ്. അതായത് എന്നെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതും എന്നെ നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടതും നിങ്ങളുടെ ഈ ഐ സ്റ്റോപ്പർ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചരക്കാക്കിക്കൊണ്ടോ അല്ല, എൻ്റെ വാല്യൂ കൊണ്ടാണ്. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്കൊരു വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെയും വ്യക്തിത്വത്തിൻ്റെയും പേരിലാണ് നിങ്ങൾ എന്നെ എന്ത് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഹിജാബ്.